So today's topic is multi-stage centrifugal pumps. Multi-stage centrifugal pump എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ഐഡൻറ്റിക്കൽ ഇമ്പലേഴ്സ് ഒരു ഷാഫ്റ്റിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഷാഫ്റ്റിലായിട്ടോ മൗണ്ട് ചെയ്ത് ആ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ സച്ച് ആൻ അറേഞ്ച്മെൻറ്റ് വിൽ ഗീവ് എ മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഒരു പമ്പ് ഡെവലപ്പ് ചെയ്യുന്ന മാനോമെട്രിക് ഹെഡ് 25 മീറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് യു വോണ്ട് എ ടോട്ടൽ മാനോമെട്രിക് ഹെഡ് വേണ്ടത് 100 മീറ്റേഴ്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു പോസിബിൾ ഓപ്ഷൻ ആ സെയിം 25 മീറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു 4 സച്ച് ഇമ്പലേഴ്സ് സീരീസിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100 മീറ്റർ മാനോമെട്രിക് ഹെഡ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. സോ സച്ച് ആൻ അറേഞ്ച്മെൻറ്റ് ഈസ് കോൾഡ് മൾട്ടി സ്റ്റേജ് പമ്പ് ഇൻ സീരീസ്. ആക്ച്വലി മൾട്ടി സ്റ്റേജിങ് നടത്തുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ 2 or more ഐഡൻറ്റിക്കൽ ഇമ്പലേഴ്സ് ആർ മൗണ്ടഡ് ഓൺ ദ സെയിം ഷാഫ്റ്റ് ഓർ ഓൺ ദ ഡിഫറെൻറ്റ് ഷാഫ്റ്റ്. അപ്പോൾ അത് സെയിം ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ 2 ഇമ്പലേഴ്സ്, ഇറ്റ് ഈസ് ആക്ച്വലി എ 2 സ്റ്റേജ് പമ്പാണ് ഇത് വിത്ത് ഇമ്പലേഴ്സ് ഇൻ സീരീസ്. സോ സെയിം ഷാഫ്റ്റിൽ തന്നെ ഒരു ഇമ്പലർ ആദ്യം ഫിക്സ് ചെയ്തിരിക്കുന്നു, അത് കഴിഞ്ഞ് ദ സെക്കൻഡ് വൺ. സോ ദിസ് അറേഞ്ച്മെൻറ്റ് ഈസ് കോൾഡ് പമ്പ്സ് ഇൻ ഓർ പമ്പ് ഇമ്പലേഴ്സ് ഇൻ സീരീസ്. ഒരു സമ്പിൽ നിന്ന് സർട്ടൻ സമ്പിൽ നിന്ന് ലിക്വിഡ് ആദ്യത്തെ ഇമ്പലറിലേക്ക് കയറുന്നു, അത് കഴിഞ്ഞ് അത് ഇവിടെ പ്രഷറൈസ് ചെയ്ത് അതിന് ഡെവലപ്പ് ചെയ്യുന്ന മാനോമെട്രിക് ഹെഡ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അടുത്ത സെയിം ഡിസ്ചാർജ് ഈസ് പാസ്ഡ് ഓൺ ടു ദ സെക്കൻഡ് ഇമ്പലർ. സെയിം ഡിസ്ചാർജ് ഈസ് പാസ്ഡ് ഓൺ ടു ദ സെക്കൻഡ് ഇമ്പലർ. അപ്പോൾ അവിടെയും സെക്കൻഡ് ഇമ്പലർ ദാറ്റ് വിൽ റേസ് ദ മാനോമെട്രിക് ഹെഡ് അഗെയിൻ. പമ്പ്സ് ഇൻ സീരീസ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് ടു ഒബ്റ്റെയിൻ ഗ്രേറ്റർ ഹെഡ്സ്, to increase the manometric head but keeping the discharge constant. So pumps in series is used to obtain greater heads, means greater manometric heads than a single impeller, keeping the discharge same. So manometric head of multi-stage pump is equal to n into manometric head of a single stage. അപ്പോൾ 5 stages ഉണ്ടെങ്കിൽ 5 into the manometric head of one stage. So that will be giving you the HM total, that is the total manometric head developed by the multi-stage pump. So this is a common equation. It's very common sense point, you can understand. So discharge same ആണ്, head കൂട്ടേണ്ടി വരുമ്പോൾ impellers can be arranged in series like this, one after the other on the same shaft. ഇവിടെ എടുത്ത് പറയാൻ പറ്റുന്ന അഡ്വാൻറ്റേജസ്, ഇവിടെ ഹെഡ് കൂട്ടുന്നു എന്ന മെയിൻ ഫങ്ഷൻ കൂടാതെയുള്ള മറ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ഫ്രിക്ഷണൽ ലോസസ് കുറയുന്നു, റെഡ്യൂസ് സ്ട്രെസ്സസ്, ദറ്റ് മീൻസ് ദ ത്രസ്റ്റ് ഓൺ ദ ഷാഫ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇമ്പലേഴ്സ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് ഷാഫ്റ്റിലൊക്കെ വരുന്ന ആക്സിയൽ ത്രസ്റ്റ് ബാലൻസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ്സസ് കുറയ്ക്കാൻ പറ്റും. ദെൻ റെഡ്യൂസ് സ്ലിപ്പ് ലീക്കേജ് ഓൾസോ ഇഫ് യു യൂസ് മൾട്ടി സ്റ്റേജ് പമ്പ്സ്. ദെൻ നൗ വി വിൽ കം ടു ദ സെക്കൻഡ് possible arrangement of multi-stage pumps. Pumps in parallel. Pumps in parallel means, as you can see in this diagram, നമുക്ക് 2 പമ്പ് ഉള്ളൊരവസ്ഥയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന. 2 സ്റ്റേജ് പമ്പിംഗ് ആണ്, ബട്ട് അറേഞ്ച്മെൻറ്റ് ഈസ് ഇൻ പാരലൽ. സോ ദാറ്റ് മീൻസ് സെയിം സമ്പിൽ നിന്ന് ലിക്വിഡ് എടുക്കുകയും മേ ബി സെയിം ഡെലിവറി ടാങ്കിലേക്ക് ഓർ ഹെഡ് ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നൊരു കേസ് കൺസിഡർ ചെയ്തോളൂ. ഇവിടെ സമ്പിൽ നിന്ന് എടുക്കുന്നു, 2 പമ്പും ഡിഫറെൻറ്റ് ഷാഫ്റ്റ്സിൽ ഇമ്പലർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 പമ്പിൻ്റെയും ഔട്ട്ലെറ്റ്സ് ഒരു കോമൺ പൈപ്പ് ലൈനിലേക്ക് കൊടുത്തിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് ദ ഫസ്റ്റ് പമ്പ് ഡെവലപ്സ് എ മാനോമെട്രിക് ഹെഡ് HM, സെക്കൻഡ് പമ്പും മാനോമെട്രിക് ഹെഡ് ഡെവലപ്പ് ചെയ്യുന്ന HM തന്നെയാണ്, സെയിം
മാനോമെട്രിക് ഹെഡിന് എഗൻസ്റ്റ് ആയിട്ടാണ് രണ്ടും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഡിസ്ചാർജ് ആദ്യത്തേതിൽ നിന്ന് വരുന്നത് Q1 ആണെങ്കിൽ സെക്കൻഡ് വണ്ണിൽ നിന്ന് കിട്ടുന്ന ഡിസ്ചാർജ് Q2 ആണെങ്കിൽ സോ യു ക്യാൻ ഹാവ് ദ ടോട്ടൽ ഡിസ്ചാർജ് Q1 + Q2. അപ്പോൾ ഈ പോസിബിൾ അറേഞ്ച്മെൻറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ ടു ഇൻക്രീസ് ദ ഡിസ്ചാർജ് കീപ്പിംഗ് ദ മാനോമെട്രിക് ഹെഡ് സെയിം. So that is Q total is equal to Q1 + Q2, 2 stage ആണെങ്കിൽ. So when you have 3 stages then plus Q3 also. So ഇനി ഈ വരുന്ന ഡിസ്ചാർജ് എല്ലാ പമ്പിൽ നിന്ന് എടുക്കുന്ന സെയിം ആണെങ്കിൽ ഡെഫിനറ്റ്ലി Q total is equal to twice Q എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് സീരീസ് അറേഞ്ച്മെൻറ്റ് ഹെഡ് കൂട്ടാനെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഡിസ്ചാർജ് മാറ്റമില്ലാതെ പാരലൽ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ ഡിസ്ചാർജ് കൂട്ടാനാണ് കീപ്പിംഗ് ദ മാനോമെട്രിക് ഹെഡ് സെയിം. ഇനി ഓർമ്മിപ്പിക്കാനുള്ളൊരു പ്രധാന കാര്യം, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ മൾട്ടി സ്റ്റേജ് പമ്പ് എന്ന് സാധാരണ റെഫർ ചെയ്യുന്നത് മൾട്ടി സ്റ്റേജ് പമ്പ്സ് ഇൻ സീരീസിനെയാണ്. അതായത് ഇംപലേഴ്സ് ആർ അറേഞ്ച്ഡ്, ഈ ഐഡൻറ്റിക്കൽ ഇംപലേഴ്സ് ആർ അറേഞ്ച്ഡ് ഓർ മൗണ്ടഡ് ഓൺ ദ സെയിം ഷാഫ്റ്റ്, ആ ടൈപ്പ് ആയിരിക്കും. അതായത് സിംഗിൾ സ്റ്റേജിൽ മാനോമെട്രിക് ഹെഡിനെ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന മാനോമെട്രിക് ഹെഡ് കൂട്ടാനായിട്ട്. അപ്പോൾ പമ്പ്സ് ഇൻ മൾട്ടി സ്റ്റേജ് പമ്പ് ഇൻ സീരീസ് എന്ന് പറയുന്നത് HM ടോട്ടൽ ഇസ് ഈക്വൽ ടു N × HM സ്റ്റേജ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 3 സ്റ്റേജ് പമ്പാണെന്ന് വിചാരിക്കുക. അത് ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ മാനോമെട്രിക് ഹെഡ് 60 മീറ്റേഴ്സ്. അപ്പോൾ 3 × HM സ്റ്റേജ് അതാണ് 60. സോ ഒരു സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നത് 20 മീറ്റേഴ്സ്. സ്പെസിഫിക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനിൽ n√Q ഡിവൈഡഡ് ബൈ HM raised to. So there is a mistake in the expression here. What is written? So here it is n√Q divided by HM stage raised to 3/4 ആണ്. സോ ദിസ് എക്സ്പ്രഷൻ വി നോ ദിസ് വെരി വെൽ. അപ്പോൾ ഇതുപോലുള്ള മൾട്ടി സ്റ്റേജ് പമ്പ് ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, സ്പെസിഫിക് സ്പീഡിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മൾട്ടി സ്റ്റേജ് പമ്പിൻ്റെ HM ടോട്ടൽ അല്ല, HM സ്റ്റേജ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അത് ഓർത്തിരിക്കുക. ഇപ്പോൾ 60 മീറ്റർ ആണ് 3 സ്റ്റേജസ് ആണെങ്കിൽ ഓരോ സ്റ്റേജിലും 20 മീറ്റേഴ്സ്. അപ്പോൾ ഗിവൺ മൾട്ടി സ്റ്റേജ് പമ്പിൻ്റെ സ്പെസിഫിക് സ്പീഡ് കാൽക്കുലേഷനിൽ വരേണ്ടത് സിംഗിൾ സ്റ്റേജിലുള്ള മാനോമെട്രിക് ഹെഡ് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അത് പ്രത്യേകം ഓർത്തിരിക്കുക. സ്പെസിഫിക് സ്പീഡ് ഈസ് ഡിഫൈൻഡ് ഫോർ one stage of the impeller. That is important. And the second part is മൾട്ടി സ്റ്റേജ് പമ്പ് ഇൻ സീരീസ് അറേഞ്ച്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഹെഡ് കൂട്ടുന്നു, ഡിസ്ചാർജ് റിമെയിൻസ് ദ സെയിം. അവിടെ ടോട്ടൽ ഓർ ഓവറോൾ എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന മാനോമെട്രിക് ഹെഡ് അത് HM ടോട്ടൽ തന്നെയായിരിക്കണം. ഇത് സ്പെസിഫിക് സ്പീഡ് കാൽക്കുലേഷനിൽ HM സ്റ്റേജാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഓവറോൾ എഫിഷ്യൻസി നമ്മൾ പറയുമ്പോൾ, അതായത് മാനോമെട്രിക് പവർ ഡിവൈഡഡ് ബൈ ഷാഫ്റ്റ് പവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ടോട്ടൽ മാനോമെട്രിക് പവർ ആണ് ഉപയോഗിക്കുന്നത്. അതിന് HM ടോട്ടൽ വേണം ഉപയോഗിക്കാൻ. ρ/G/Q/HM അത് HM ടോട്ടൽ അത് വേണം ഉപയോഗിക്കാൻ. ടോട്ടൽ മാനോമെട്രിക് power developed by the multi-stage pump in numerical problems. So keep this idea in mind. Thank you so much.